ഗിരീഷാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത്. അവൻ അടുത്തു വന്നപ്പോൾ ബോബി ചാടി എണീറ്റു. നിക്കടാ നായേ. ബോബി പൗലോസ് സ്ഥിരം ചെയ്യും പോലെ തന്റെ റിവോൾവർ പുറത്തെടുത്തു. ഗിരീഷ് സ്തംഭിച്ചു നിന്നു. സാർ വെടിവെക്കരുത്, ഗിരീഷ് യാചിച്ചു. വെള്ളമടിച്ചാൽ ബോബി ഭ്രാന്തനാണെന്ന് ഗിരീഷിനറിയാം. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, കോപിച്ചാൽ വെടിവെച്ചു കൊല്ലും. നീയാണ് ഈ നല്ല നാടിനെ നശിപ്പിക്കുന്ന കീടം, ബോബി അലറി. അതെ, ഗിരീഷ് സമ്മതിച്ചു കൊടുത്തു. അല്ലാതെ വേറെ വഴിയില്ല. നീ എന്തിനാടാ ഈ പയ്യനെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തിയത്? ഈ പാവം പയ്യന്റെ ജീവിതമാകെ തകർന്നു നിൽക്കുകയാ. നീ ഒറ്റ ഒരുത്തം കാരണം. നീ ഈ എസ്റ്റേറ്റിനും മുതലാളിക്കും പേരുദോഷം കേൾപ്പിച്ചു. വല്ല സമാധാനവും പറയാനുണ്ടോ? ബോബി റിവോൾവർ ചുഴറ്റി. സത്യത്തിൽ ഇതിനകത്ത് ഉണ്ടയുണ്ടോ? അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ധനപാലനോട് പൊടിയൻ പതിയെ ചോദിച്ചു. പിന്നല്ലാതെ ഒരുപാട് ഉണ്ടകളുണ്ട്. അങ്ങനെ ദേഷ്യം പിടിപ്പിക്കല്ലേ വട്ടന, ധനപാലൻ പറഞ്ഞു. അത് കേട്ട് പൊടിയൻ ഞെട്ടി. ഗ്ലാസ്സിലേക്ക് ഒഴിക്കാനെടുത്ത കുപ്പി അവൻ പതിയെ താഴെ വച്ചു. അത് കണ്ട ബോബി ചോദിച്ചു, എന്തുപറ്റി? ഇല്ല, സാറിനോടൊപ്പം ഇരുന്ന് കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല. പുലിമടയിലേക്കാണ് വന്നു കയറിയിരിക്കുന്നത്. ജീവനും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി പൊടിയന്. നിനക്കെത്ര വയസ്സായി? ബോബി ചോദിച്ചു. 20, പൊടിയൻ പറഞ്ഞു. എങ്കിൽ നിനക്ക് യോഗ്യതയുണ്ട്. പ്രായപൂർത്തിയായ ആൾക്കാരെയെ ഞാൻ കൂട്ടൂ. പക്ഷെ ഈ വെള്ളമണി നല്ലതല്ല, അതുകൂടെ ഞാൻ പറയാം. ഇത് ചെകുത്താനാ. ലൂസിഫർ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ചെകുത്താന്മാരുടെ നേതാവാ. അവനാകുന്നു ഈ ലഹരി. പരിപൂർണമായി അകന്നു നിൽക്കുന്നതാ നല്ലത്. അത് ശരിയാണ്, പൊടിയൻ സമ്മതിച്ചു. എങ്കിൽ ഒഴിച്ചു കഴിക്ക്, സ്കോച്ചാ, ബോബി ഉത്തരവിട്ടു. എതിർത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ബോബി വെടിവയ്ക്കുമെന്ന് പേടിച്ച് പൊടിയൻ പെട്ടെന്ന് മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഒറ്റ വലിക്കകത്താക്കി. ഇത് സ്കോച്ചാണ്, ഇങ്ങനെ മടമടാന്നടിക്കരുത്, സിപ്പ് ചെയ്തേ അടിക്കാവൂ, ബോബി ഓർമ്മിപ്പിച്ചു. ഉവ്, പൊടിയൻ അത് ശരിവെച്ചു. മാനേജർ സാർ, വാച്ചർ ധനപാലൻ വിളിച്ചു. എന്താ? ബോബി ധനപാലനെ നോക്കി. എനിക്കും പ്രായപൂർത്തിയായി. ധനപാലൻ കൈകെട്ടി തലകുനിച്ചുണർത്തിച്ചു. അതിന്? ഇത്തിരി സ്കോച്ച്. കയറിപ്പോടാ. ജോലി സമയത്താണോ നിന്റെ മദ്യപാനം? ബോബി റിവോൾവർ എടുത്തു. ധനപാലൻ അകത്തേക്ക് ഓടി. അല്ല, നീ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. ബോബി പൗലോസ് ഗിരീഷിന്റെ മുഖത്തേക്ക് നോക്കി. ബോബി സാറേ, എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിപോശം സംഭവിച്ചു. അതിന് ഞാൻ കണ്ണനോടും നന്ദിനിയോടും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവൻ നന്ദിനിയെ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞു പരത്തിയതും നീയാണോ? കണ്ണനെ ചൂണ്ടി ഗിരീഷിനോട് ബോബി ചോദിച്ചു. അയ്യോ, അത് ഞാനല്ല, അതാ മാധവൻകുട്ടിയുടെ ആൾക്കാരാ. അവർ പറഞ്ഞത് നാട്ടുകാർ വിശ്വസിച്ചതിന് പിന്നിൽ നീ പരത്തിയ നുണയാണ്. ബോബി റിവോൾവർ ഉയർത്തി. ഞാൻ ഈ സത്യം എവിടെ വേണോ പറയാം. ഗിരീഷ് കൈകൂപ്പി. നാളെ മുതൽ നീ പണിക്ക് വരണ്ട. ബോബി റിവോൾവർ അരയിൽ തിരികെ കൊണ്ട് പറഞ്ഞു. അയ്യോ സാറേ, ചതിക്കരുത്. ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് എൻ്റെ കുടുംബം ജീവിക്കുന്നത്. ഗിരീഷ് കരയാറായി. നീ കരയണ്ട, നിനക്ക് അറ്റൻസൊക്കെ തരാം. പക്ഷെ നീ ജോലിക്ക് വരണ്ട. ഗിരീഷിന്റെ മുഖത്ത് സങ്കടം നിറഞ്ഞു. തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള പ്രാരംഭ നടപടിയാണിതെന്ന് ഗിരീഷിന് തോന്നി. ബോബി തുടർന്നു. നീ നാട് മുഴുവൻ നടന്ന് എല്ലാവരോടും ഇക്കാര്യം പറയണം. നീ കാരണമാണ് കണ്ണൻ ഇങ്ങനെ ഒരു ദുര്യോഗമുണ്ടായത് എന്ന്. അത് നീ നാട്ടുകാരെ അറിയിക്കണം. 5 ദിവസം നിനക്ക് ഞാൻ തരുന്ന വർക്ക് ഇതാണ്. ഗിരീഷ് തലയാട്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് ഓടി വന്ന ധനപാലൻ ബോബിയോട് ചോദിച്ചു, ഞാനും കൂടെ പോട്ടെ സാറേ? ധനപാലൻ ചെറുതായി ആടുന്നുണ്ടായിരുന്നു. എവിടേക്ക്? ബോബി ചോദിച്ചു. ഗിരീഷിന്റെ കൂടെ. സത്യം പറയാൻ, നിനക്ക് എസ്റ്റേറ്റിനകത്തുള്ള പണി ചെയ്യാൻ മടിയല്ലേ? എങ്കിൽ രാജിവെച്ചോ. നല്ല ആരോഗ്യമുള്ള പയ്യന്മാർ വെയിറ്റിംഗ്. മാറുന്നോ? ബോബി ചോദിച്ചു. ഇല്ല. താൻ ആടുന്നുണ്ടല്ലോ. ഭയങ്കര കാറ്റ്, അതാ. ധനപാലൻ വാ പൊത്തി. താൻ കട്ടുകുടിച്ചോ? അയ്യോ, മക്കളാണ് സത്യം, ഒരു തുള്ളി കുടിച്ചിട്ടില്ല. എങ്കിൽ അകത്തേക്ക് പൊയ്ക്കോ. ബോബി പറഞ്ഞത് കേട്ട് ഉടനെ ധനപാലൻ അകത്തേക്ക് ഓടി. ഇവൻ ഞാനറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പെഗ് അടിക്കുന്നുണ്ട്. ബോബി ഓടിപ്പോകുന്ന ധനപാലനെ നോക്കി പറഞ്ഞു. എന്നിട്ട് ഗിരീഷിനോടായി ബോബി പറഞ്ഞു, താൻ ഞാൻ പറഞ്ഞത് അനുസരിക്കുമല്ലോ? ഞാൻ അനുസരിക്കും. എനിക്ക് ശമ്പളമൊന്നും വേണ്ട. ഇതെന്റെ പ്രായശ്ചിത്തമാണ്, എൻ്റെ ആത്മാവിൻ്റെ സന്തോഷത്തിനു വേണ്ടി. ഗുഡ്, ബോബി പറഞ്ഞു. എന്നിട്ട് കണ്ണനോടായി അയാൾ തുടർന്നു. ഇരിക്കടാ. ഇല്ല, ഇരിക്കുന്നില്ല. എനിക്ക് വേഗം പോണം. ഇവൻ മാത്രമേ പോകുന്നുള്ളൂ, ഞാൻ പോകുന്നില്ല. അപ്പോഴേക്കും 3 പെഗടിച്ച് ഫോമായ പൊടിയൻ പറഞ്ഞു. അവന്റെ നാക്ക് കുഴഞ്ഞു തുടങ്ങിയിരുന്നു. അല്ല, ഞാൻ മറന്നുപോയി. എന്തിനാ കണ്ണൻ എന്നെ കാണാൻ വന്നത്? ശശിമേശ്വരി കണ്ണനോട് ചോദിച്ചു. എനിക്ക് കുറച്ച് രൂപ വേണം, കണ്ണൻ പറഞ്ഞു. എത്ര വേണം? 1000. എന്തിനാ എത്രയും രൂപ? ശശിമേശ്വരി അമ്പരന്നു. അതിപ്പോ പറയാൻ പറ്റില്ല. കുറച്ചു നാൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചു തരും, തീർച്ച, കണ്ണൻ പറഞ്ഞു. നീ തിരിച്ചു തരികയോ തരാതിരിക്കുകയോ അതിനെപ്പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. എന്തിനാ ഇപ്പോൾ ഇത്രയും പണം? അതാ ഞാൻ ചോദിക്കുന്നത്. എന്തായാലും തൂങ്ങിച്ചാവാനല്ല. ചാവാൻ പോകുന്നവൻ കാശ് കടം വാങ്ങി പോകുമോ? കൊടുക്കുന്നെങ്കിൽ കൊട്, ഇല്ലെങ്കിൽ വിട്.
4 പെഗടിച്ച പൊടിയൻ അതിന്റെ ധൈര്യത്തിൽ പറഞ്ഞു. ശശിമേശ്വരി നോക്കിയപ്പോൾ പൊടിയൻ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് അയാൾ പൊടിയനെ എതിർത്തൊന്നും പറയാൻ പോയില്ല. പറയടാ, നിനക്കെന്തിനാ ഇത്രയും പണം? ശശിമേശ്വരി കണ്ണനോട് വീണ്ടും ചോദിച്ചു. എനിക്ക് കുറച്ചുനാൾ ഇവിടുന്ന് മാറി നിൽക്കണം, കണ്ണൻ പറഞ്ഞു. എങ്ങോട്ട്? ഗോപി മേശ്വരി ചോദിച്ചു. അറിയില്ല, കണ്ണൻ പറഞ്ഞു. ഇവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഗിരീഷ് പെട്ടെന്ന് പറഞ്ഞു. എന്തിന്? ശശിമേശ്വരി അത്ഭുതത്തോടെ ചോദിച്ചു. മേശ്വരി അറിഞ്ഞില്ലേ? ഇല്ല. നന്ദിനിയെ ഇവൻ കെട്ടണമെന്ന് രാഘവൻ മാമൻ ഇവനെ തല്ലി വീടിന് പുറത്താക്കി. അപ്പോൾ പൊടിയൻ പറഞ്ഞു, കണ്ണൻ നാട് വിടാൻ പോവുകയാണ് എന്നാണ് എൻ്റെ ഒരു അനുമാനം. കാരണം വീട് കയ്യിൽ നിന്ന് പോയല്ലോ, ഇനി നാട് തന്നെ ശരണം. നാടങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയല്ലേ. ശരിയാണോടാ? ശശിമേശ്വരി കണ്ണനോട് ചോദിച്ചു. ഈ നാട്ടിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളെ നേരിട്ടുകൊണ്ട് എങ്ങനാ? കണ്ണൻ പറഞ്ഞു. അപ്പോൾ നിന്റെ പഠിത്തം? ശശിമേശ്വരി ചോദിച്ചു. ഞാനിനി പഠിക്കുന്നില്ല, കണ്ണൻ പറഞ്ഞു. ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു അവന്റെ മനസ്സിൽ. നിനക്കപ്പോൾ കാത്തുവിനെ കല്യാണം കഴിക്കണ്ടേ? ശശിമേശ്വരി ചോദിച്ചു. വേണം, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ലോകത്തെവിടെ പോയാലും. അപ്പോൾ നീ പോകുമ്പോൾ കാത്തുവിനെയും ഒപ്പം കൊണ്ടുപോകുന്നുണ്ടോ? ശശിമേശ്വരിയുടെ ചോദ്യം കേട്ട് കണ്ണൻ പരിങ്ങി. അവൻ പതിയെ പറഞ്ഞു, ഇല്ല. അതെന്താ? എനിക്ക് സ്വന്തമായി ഒരു വരുമാനമില്ല. അതിനാണ് പഠിക്കണമെന്ന് പറയുന്നത്. പഠിച്ചാൽ ഒരു ജോലി കിട്ടും, വരുമാനവുമാകും. നീ നാട് വിട്ടുപോയാൽ നിനക്കെല്ലാം നഷ്ടപ്പെടും. നാട് വിട്ടുപോയി കോടീശ്വരന്മാരായി തിരിച്ചു വരുന്നവർ കഥകളിലും സിനിമകളിലും മാത്രമാണ്. നീ ആ കാൽപ്പനിക ലോകത്തിലേക്ക് കാല് തെറ്റി വീഴരുത്, ശശിമേശ്വരി ഓർമ്മിപ്പിച്ചു. അല്ല, നിനക്ക് മാധവേട്ടന്റെ മകളുമായി പ്രണയമുണ്ടെന്ന് നീ പറഞ്ഞു. ഈ കാര്യം ഞാനിപ്പോഴാ അറിഞ്ഞത് കേട്ടോ. ഇതിനെപ്പറ്റി നിന്റെ മാതാപിതാക്കൾക്ക് പോലും അറിയില്ലല്ലോ, അതെന്താ? ബോബി കണ്ണനോട് ചോദിച്ചു. ഞാനും കാത്തുവും അത് രഹസ്യമാക്കി വയ്ക്കാൻ തീരുമാനിച്ചിരുന്നു. എന്തിന്? ബോബി കണ്ണന്റെ മുഖത്തേക്ക് നോക്കി. കാത്തുവിന്റെ അച്ഛനും ബന്ധുക്കളും അറിയാതിരിക്കാൻ വേണ്ടി. അവർ സമ്മതിക്കില്ല എന്നുറപ്പുണ്ടായിരുന്നു. നല്ലൊരു ജോലിയും വരുമാനവും വെല്ലുവിളിക്കാനുള്ള കരുത്തുമായിട്ട് മതി എല്ലാവരും എല്ലാം അറിയുന്നത് എന്ന് ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു. പക്ഷേ അത് ഇങ്ങനെയായി. കണ്ണനും കാത്തുവും തമ്മിലുള്ള പ്രണയം ശ്യാം പുഷ്കരൻ വഴി മാധവൻകുട്ടി അറിഞ്ഞിരുന്നു, ഗിരീഷ് പറഞ്ഞു. ആരായി ശ്യാം പുഷ്കരൻ? ബോബി ചോദിച്ചു. കാത്തുവിന്റെ മുറച്ചെറുക്കൻ. അവനെ ഞങ്ങളൊന്ന് പെരുമാറി, അതിന്റെ ചൊരുക്കും അവർക്കുണ്ട്. സ്വന്തം മോളുടെ പ്രണയം ആരും അറിയാതിരിക്കാൻ വേണ്ടിയാ മാധവൻകുട്ടി നന്ദിനിയുടെ കാര്യവും പറഞ്ഞിറങ്ങിയിരിക്കുന്നത്, ഗിരീഷ് പറഞ്ഞു. എനിക്ക് തോന്നുന്നത്, ശശിമേശ്വരി തെല്ലൊന്ന് ആലോചിച്ചിട്ട് തുടർന്നു, ആക്രമണത്തിന് നല്ല മരുന്ന് പ്രത്യാക്രമണമാണ്. കാത്തുവിന്റെ പേര് വരാതിരിക്കാൻ വേണ്ടിയാ മാധവൻകുട്ടി കണ്ണനെ ആക്രമിക്കുന്നത്. അപ്പോൾ കാത്തുവിന്റെ പേര് പറഞ്ഞു തന്നെ തിരിച്ചും ആക്രമിക്കണം, കണ്ണൻ പറഞ്ഞു. പക്ഷെ അതിന് നന്ദിനിയുടെ കുടുംബത്തിന്റെ സപ്പോർട്ടില്ലാതെങ്ങനെ? ആരെന്ത് പറഞ്ഞാലും കുമാരേട്ടൻ ഒന്നും വിശ്വസിക്കില്ലെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നന്ദിനിയെ ഞാൻ നശിപ്പിച്ചെന്നാ കുമാരേട്ടൻ പോലും പറയുന്നത്. അവന്റെ സ്വരം ഇടറി. കുമാരേട്ടനോട് ഞാൻ പറഞ്ഞ് ശരിയാക്കാം, ശശിമേശ്വരി കണ്ണന്റെ തോളിൽ തട്ടി. പക്ഷേ നന്ദിനി, അവളാണ് എൻ്റെ മനസ്സിന്റെ താളം തെറ്റിക്കുന്നത്. മാധവൻകുട്ടിയുടെ സ്വാധീനത്തിൽ കുമാരേട്ടൻ അകപ്പെട്ടാൽ പ്രശ്നമില്ല. പക്ഷേ നന്ദിനി അയാളുടെ വാക്കുകളിൽ വീണാലോ? അവൾക്ക് എന്നോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹമുണ്ട്. അതിനെ ആരെങ്കിലും മുതലെടുത്താൽ ഞാനെന്ത് ചെയ്യും? കണ്ണന്റെ മനസ്സിൽ ആശങ്കകളായിരുന്നു. ആ ആശങ്കകളെ ശരിവെച്ചുകൊണ്ട് ബോബി പറഞ്ഞു, നന്ദിനിയുടേതാണ് അവസാന വാക്ക്. ഈ കാര്യത്തിൽ നന്ദിനി പറയുന്നതാണ് സത്യം. നീ ഒന്ന് നന്ദിനിയെ കണ്ടു നോക്ക്. അവളെ കാണാൻ കുമാരേട്ടൻ സമ്മതിക്കുന്നില്ല. കണ്ണൻ തന്റെ നിസ്സഹായാവസ്ഥ പങ്കുവച്ചു. അതൊക്കെ ഞാൻ ശരിയാക്കി തരാമടാ, നീ ധൈര്യമായിട്ടിരിക്കെ, ശശിമേശ്വരി കണ്ണന് ഉറപ്പ് കൊടുത്തു. നീ നാടുവിടുകയൊന്നും വേണ്ട, എല്ലാ കാര്യവും ഞങ്ങൾ ശരിയാക്കി നിന്റെ കയ്യിൽ തരാം, അല്ലേ ബോബി? ശശിമേശ്വരി ബോബിയെ ചോദ്യഭാവത്തിൽ നോക്കി. പിന്നല്ലാതെ, ശശിയേട്ടൻ പറഞ്ഞാൽ അത് നടന്നിരിക്കും. കാട്ടുപന്നിയുടെ തേറ്റയെ പേടിക്കാത്തവനായി ആള്, ബോബി ശശിയുടെ തോളിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ശശിയേട്ടൻ എങ്ങോട്ട് പോയാലും കൂടെ ഞാനുമുണ്ട്, കണ്ണനോടായി ബോബി തുടർന്നു. കണ്ണൻ ഇരുന്ന് 2 അടിക്ക്. വേണ്ട, ഞാൻ മദ്യപിക്കില്ല, കണ്ണൻ ഒഴിഞ്ഞു മാറി. 5 അടിച്ച് കിളിപോയ പൊടിയൻ കസേരയിൽ നിന്ന് ആടി ആടി എഴുന്നേറ്റു. പൊടിയൻ നാക്ക് കുഴഞ്ഞലറി. താൻ എന്ത് പോകൃതരമാണോ മാനേജരെ ഈ പറയുന്നത്? മദ്യപിക്കാത്ത ഒരു യുവാവിനെ മദ്യപിക്കാനായി നിർബന്ധിക്കാൻ പാടുണ്ടോ? അത് ഭരണഘടനാ പ്രകാരം തെറ്റല്ലേ? പൊടിയാ, മിണ്ടാതിരിക്ക്, ബോബി താക്കീത് കൊടുത്തു. നീ തന്ന സ്കോച്ച് ഞാൻ അടിച്ചു, അതുകൊണ്ട് ഞാൻ നിന്റെ പണിക്കാരനല്ല കേട്ടോടാ ബോബി, പൊടിയൻ അടുത്ത ഗ്ലാസ് നിറച്ചുകൊണ്ട് അലറി. പണിക്കാരനായാലും ആരും ആരുടെയും അടിമയല്ല. അതും പറഞ്ഞ് വാച്ചർ ധനപാലൻ ആടി ആടി അങ്ങോട്ടേക്ക് വന്നു. ബാസ്റ്റഡ്സ്, ബോബി റിവോൾവർ വലിച്ചെടുത്തു. കൊല്ലാനുള്ള കലിയുണ്ടായിരുന്നു അയാളുടെ മുഖത്ത്. താൻ എന്തിനാണോ ഇടയ്ക്കിടയ്ക്ക് തോക്ക് ഉയർത്തി കാണിക്കുന്നത്? തോക്കെന്താ താൻ മാത്രമേ കണ്ടിട്ടുള്ളൂ? മദ്യപിക്കുന്ന സ്ഥലത്ത് തോക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് നിയമമുള്ളതായി തനിക്കറിയില്ലേ? നിയമം പാലിക്കാത്ത നരാധമൻ. തോക്കിനെ എനിക്ക് പേടിയില്ല, എനിക്കിത് കണ്ടാ ചിരിയാടാ ചിരി, പൊടിയൻ അലറി. ബോബി തോക്കെടുത്ത് അരയിൽ വെച്ചു. അടിച്ച് ഫിറ്റായവരെ തോക്ക് കാട്ടി ഭയപ്പെടുത്താനാകില്ലെന്ന് ബോബി പൗലോസിന് മനസ്സിലായി.
What we do here is go back, 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 back.